ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനന്തൂസ് നർച്ചർ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് തിരികെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് പേഴ്സണൽ റീസൺസ് കാരണമാണ് ഞാൻ നിങ്ങളിലേക്ക് തിരികെ എത്താൻ വൈകിയത്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു അതിമനോഹരിയായ സസ്യത്തിൻ്റെ വിവരണവുമായി നിങ്ങളുടെ അരികിലേക്ക് തിരികെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന സസ്യമാണ് പെട്രിയ. മെക്സിക്കോയിലെയും മധ്യ അമേരിക്കകളിലെയും തദ്ദേശവാസിയായ ഒരു വള്ളിച്ചെടിയാണ് നീലമണി അല്ലെങ്കിൽ പെട്രിയ. പെട്രിയ പുഷ്പങ്ങളെ പർപ്പിൾ റീത്ത്, ക്വീൻസ് റീത്ത് അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട്. പെട്രിയ ഓലുബിലിസ് ഉഷ്ണമേഖല അമേരിക്കയിൽ നിന്നുള്ള വെർബനേസി കുടുംബത്തിലെ ഒരു നിത്യഹരിത പുഷ്പങ്ങൾ നൽകുന്ന ഒരു മുന്തിരിവള്ളിയാണ്. ഇത് വയലറ്റ് പുഷ്പങ്ങളുടെ പ്രദർശനത്തിന് പ്രത്യേകിച്ചും വിലമതിക്കുന്നതാണ്. ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് എന്ന നിലയിൽ ഇത് 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നവയാണ്. എന്നാൽ നമുക്കിതിനെ കുറ്റിച്ചെടിയാക്കി 4 മീറ്റർ ഉയരത്തിൽ വരെ വളർത്താവുന്നതാണ്. ഇതൊരു മുന്തിരിവള്ളിയെ പോലെ ചുറ്റിപ്പിണഞ്ഞു വളരുന്ന ഒരു സസ്യമാണ്. ചിലപ്പോൾ 10 മീറ്റർ വരെ വ്യാസത്തിൽ എത്തുന്നു. ഇലകൾ ദീർഘവൃത്താകൃതിയിലുള്ളവയാണ്. കുലകളായാണ് വയലറ്റ് പുഷ്പങ്ങൾ വിടരുന്നത്. ഒരു കുലയിലെ ഒരു പൂവിന് 5 ഇതളുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് പെട്രിയ സസ്യങ്ങളുടെ കൃഷിരീതിയിലേക്ക് ഇറങ്ങിച്ചെന്നാലോ. മിതശീതോഷ്ണ കാലാവസ്ഥയിൽ പെട്രിയ പൂർണ്ണമായി വളരുന്നവയാണ്. ബ്രൈറ്റ് സൺലൈറ്റാണ് പെട്രിയ സസ്യങ്ങൾക്ക് ഉത്തമം. എന്നാൽ തണലുള്ള പ്രദേശങ്ങളിലും പൂക്കളുടെ എണ്ണം കുറയുമെങ്കിലും ഈ സസ്യങ്ങൾ വളരുന്നു. 2 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ഈ സസ്യങ്ങൾ അതിജീവിച്ച് നന്നായി വളരുന്നു. എന്നാൽ ഇതിനെ താഴോട്ടുള്ള താപനിലകളിൽ ഒരിക്കലും ഈ സസ്യം വളരുന്നതല്ല. ഇനി നമുക്ക് പെട്രിയ സസ്യങ്ങളുടെ മെഡിസിനൽ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. വയാപ്പി വംശജർ പരമ്പരാഗതമായി ഇവയെ പൊള്ളൽ, മുറിവുകൾ, വീക്കം, കുരുക്കൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. ഇവയുടെ സ്രവങ്ങൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ചികിത്സ നടത്തി വന്നിരുന്നത്. കരീബിയൻ പ്രദേശങ്ങളിൽ ഇത് വയറിളക്കം ചികിത്സിക്കാനായി ഉപയോഗിച്ചു വന്നിരുന്നവയാണ്. പുതിയ പെട്രിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും കമ്പ് മുറിച്ച് നട്ടാണ്. എന്നാൽ റെയറായി ഇതിൻ്റെ വിത്തുകൾ നട്ടും പുതിയ പെട്രിയ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. എന്നാൽ പെട്രിയ സസ്യങ്ങൾ വളരെ റെയറായിട്ട് മാത്രമേ വിത്തുകൾ നൽകുകയുള്ളൂ. അതിമനോഹരമായ പുഷ്പങ്ങൾ നൽകുന്ന ഒരു സസ്യമാണ് പെട്രിയ. ഇത് കണ്ണിന് വളരെയധികം കുളിർമയേകുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രേഗ്രൻസ്, മണം, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് നൽകുന്നവയാണ് പെട്രിയയുടെ പൂക്കൾ. പെട്രിയ എന്ന അതിമനോഹരിയായ സസ്യത്തിൻ്റെ വിവരണം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു അതിമനോഹരിയായ സസ്യത്തിൻ്റെ വിവരണവുമായി ഞാൻ നിങ്ങളിലേക്ക് തിരികെ എത്തിച്ചേരുന്നതാണ്. ഇനി മുടങ്ങാതെ പതിവായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ അനന്തു സൈനിങ് ഓഫ്. ബൈ ഫ്രണ്ട്സ്.